2016 അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ആരോഗ്യ മേഖല എങ്ങനെ കരുത്തുറ്റതാക്കാം. ആ ഘട്ടത്തിൽ ആരോഗ്യ മേഖല നേരിടുന്ന ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അതിൻ്റെ ഭാഗമായാണ് ആർദ്ര മിഷൻ എന്നൊരു പ്രവർത്തനം സംഘടിപ്പിച്ചത്. അത് ആരോഗ്യ മേഖലയെ താഴെത്തട്ട് മുതൽ ശക്തിപ്പെടുത്തലായിരുന്നു. അതിൻ്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി, താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികളെടുത്തു. മൊത്തത്തിൽ ആരോഗ്യരംഗമാകെ മാതൃകാപരമായ രീതിയിൽ കരുത്താർജിച്ചു. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അതിൻ്റെ ഉദാഹരണം നമ്മളെല്ലാം അനുഭവിച്ചതായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എങ്കിലും നമ്മൾ പലപ്പോഴും മറന്നുപോകുമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. ലോകം വിറങ്ങലിച്ചു പോയ ഘട്ടമായിരുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം. ആ കോവിഡ് മഹാമാരി ലോകത്തിലെ അതിസമ്പന്ന രാഷ്ട്രങ്ങളെ അടക്കം മുട്ടുകുത്തിച്ചു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായില്ല. കേരളം കോവിഡിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിലും ഇവിടെ ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങളെ കവച്ചു പോകാൻ, മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. അതാണ് പ്രത്യേകത. ആ ഘട്ടത്തിലും നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകളടക്കം ഒഴിവുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് കരുതുന്ന രാഷ്ട്രമടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണതും രോഗം ബാധിച്ച 75 വയസ്സ് കഴിഞ്ഞവരെ ആശുപത്രിയിൽ ചികിത്സിക്കേണ്ടതില്ല, അവർക്ക് വെന്റിലേറ്റർ സൗകര്യം കൊടുക്കേണ്ടതില്ല എന്നൊക്കെ നിലപാടെടുത്തതും എല്ലാ വെന്റിലേറ്ററുകളും പൂർണ്ണമായി പോയി. പുതിയൊരു രോഗിയെ പ്രവേശിപ്പിക്കണമെങ്കിൽ, വെന്റിലേറ്റർ സൗകര്യം കൊടുക്കണമെങ്കിൽ നിലവിലുള്ള ഒരു രോഗിയുടെ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിക്കണം. ആ വെന്റിലേറ്റർ ബന്ധം സാധാരണഗതിയിൽ ഒരു ഡോക്ടർക്ക് വിച്ഛേദിക്കാനാവില്ല. കാരണം വിച്ഛേദിച്ചാൽ ഇയാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, ഡോക്ടർക്ക് നല്ലോണം അറിയാം. പക്ഷേ നിർബന്ധിതമാകുന്നു. വിറക്കുന്ന കൈകളോടെ ആ ബന്ധം വിച്ഛേദിക്കുന്നു, പുതിയ രോഗിയെ കടത്തുന്നു. ഇതെല്ലാം ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ സംഭവിച്ചതാണ്. ആ ഘട്ടത്തിലാണ് നമ്മുടെ ഇവിടെ ആവശ്യത്തിന് വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊന്നും കോവിഡ് വരുമെന്ന് കരുതി നമ്മൾ ഒരുക്കിയതല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം ലഭ്യമാക്കണമെന്ന ധാരണയോടെ നമ്മുടെ ആശുപത്രികൾ സജ്ജമാക്കിയതാണ്. അത് നല്ല നേട്ടങ്ങൾ കൊയ്യുന്നിടത്തേക്ക് എത്തിച്ചിരിക്കുന്നു.
നേരത്തെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം പൊതുവെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രംഗമാണ്. ഇപ്പോൾ നവജാത ശിശുക്കളുടെ മരണം അതിൽ അഭിമാനകരമായ നേട്ടം നാം ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ നവജാത ശിശുക്കളുടെ മരണനിരക്ക് 5. ഇവിടെ എല്ലാ സുഖസൗകര്യങ്ങളുടെയും വർദ്ധീസ എന്ന് കരുതുന്ന അമേരിക്കയുണ്ടല്ലോ, അവരാണല്ലോ വലിയ സമ്പൽ സമൃദ്ധം എന്ന് കരുതുന്നത്. അവിടെ എത്രയാണെന്നറിയോ? അവിടുത്തെ നിരക്ക്, നവജാത ശിശുക്കളുടെ മരണനിരക്ക് 5.6. അപ്പോൾ നവജാത ശിശുക്കളുടെ മരണനിരക്കിൽ അമേരിക്കയെ കവച്ചു വെക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഈ തരത്തിലുള്ള നേട്ടം ഒരു രംഗത്ത് മാത്രമല്ല, മാതൃമരണനിരക്കിലും അത് കാണാൻ കഴിയും. എല്ലാ കാര്യത്തിലും നമ്മുടെ ആരോഗ്യരംഗം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്.